മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും അനന്തുവിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അനന്തുവിനോട് കണ്ണൻ പറയുന്നു. എന്തായാലും എന്നെയും എൻ്റെ മഹിയെയും രക്ഷിച്ച ആളാണ് മാർക്കോ. അവനെ ഞങ്ങൾക്കും രക്ഷിക്കണം. എന്ത് വില കൊടുത്തിട്ടായാലും വേണ്ടിയില്ല, അവനെ നമുക്ക് പുറത്തിറക്കണമെന്ന്. അതിന് നീ ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരണമെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അനന്തുവിനെ സമീപിക്കുന്നത് കണ്ണൻ. ഇതെല്ലാം കേൾക്കുന്ന അനന്തു പറയുന്നുണ്ട്, എന്തായാലും ഒരു വൻ ചതി തന്നെയാണ് മാർക്കോക്ക് നേരെ നടന്നിരിക്കുന്നത്. അതേസമയം മഹി പറയുന്നുണ്ട്, ഇനി കണ്ണേട്ടൻ്റെ ബന്ധുക്കൾ തന്നെയാണോ ഇതിൻ്റെ പുറകിലെന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറയുമ്പോൾ ആ സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം എനിക്കും തനിക്കും രക്ഷകനായിട്ട് ആര് വന്നാലും അവർ നശിപ്പിക്കാനാണല്ലോ തൻ്റെ രണ്ടാനച്ഛൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ശ്രമിക്കുന്നതെന്ന് കണ്ണൻ പറയുന്നുണ്ട്. ആ സാഗറിനെ രംഗത്തിറക്കി കളിച്ചതുപോലെ തന്നെ ഇതും മേഘനാഥൻ്റെ ഒരു കളി തന്നെ ആവുമോ എന്നാണ് എൻ്റെ സംശയം എന്ന് മഹി പറയുന്നുണ്ട് കേട്ടോ. അതേസമയം തന്നെ മേഘനാഥനാണെങ്കിൽ മാർക്കോൻ്റെ വക്കീലിനെ കാണുന്നുണ്ട്. ആ വക്കീലിനെ മേഘനാഥൻ സ്വാധീനിക്കുന്നുണ്ട്. കാശെല്ലാം കുറച്ചധികം കൊടുത്ത് അയാളെ മേഘൻ്റെ കയ്യിലാക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ മാർക്കോനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അങ്ങനെ വക്കീൽ പറയുന്നുണ്ട്, മാർക്കോ ആ പെൺകുട്ടിയോട് മോശമായിട്ട് സംസാരിച്ചെന്നും പരസ്യമായിട്ട് അവളെ ചുംബിക്കാൻ ശ്രമിച്ചു എന്നെല്ലാം പറഞ്ഞ് മാർക്കോക്കെതിരെയായിട്ടാണ് വക്കീൽ സംസാരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന മാർക്കോക്കാണെങ്കിൽ തൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെളിവും കോടതിയിൽ കാണിക്കാനായിട്ടില്ലാത്തതാണ് അത് എന്ന് വിഷമിക്കുന്നുണ്ട്. പിന്നീട് ആ പെൺകുട്ടിയാണെങ്കിൽ മാർക്കോക്കെതിരെ കള്ളസാക്ഷി കൊടുക്കുന്നുണ്ട് കോടതിയിൽ. അങ്ങനെ മേഘനാഥൻ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുകയാണ്. ഇനി ഇവൻ പുറം ലോകം കാണില്ല, ഇവൻ ജയിലിലേക്ക് പോവുകയും എൻ്റെ അച്ഛനെയും അതുപോലെ പ്രതാപൻ അങ്കിളിനെയും ഇവൻ നല്ലത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി കണ്ണനെയും മഹാലക്ഷ്മിയെ രക്ഷിക്കാനായിട്ടും ഇവൻ പുറത്തുണ്ടാവില്ലല്ലോ എന്നെല്ലാം സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് മേഘനെ നെട്ടിച്ചുകൊണ്ട് മാർക്കോക്ക് വേണ്ടി അനന്തുവാണ് കോടതിയിൽ ഹാജരാകുന്നത്. അങ്ങനെ അനന്തു വക്കീൽ കോട്ടെല്ലാം ധരിച്ച് മാർക്കോക്ക് വേണ്ടി വാദിക്കാനായിട്ട് എത്തുന്നുണ്ട്. അതേസമയം തന്നെ മേഘനാഥൻ്റെ ഈ കളികളെല്ലാം തെളിവ് സഹിതം അനന്തുവും കണ്ണനും കണ്ടുപിടിക്കുന്നുണ്ട്. ഇതെല്ലാമായിട്ടാണ് അവർ കോടതിയിൽ എത്തുന്നത്. അനന്തു പറയുന്നുണ്ട്, ഞാനാണ് മാർക്കോക്ക് വേണ്ടി വാദിക്കുന്നത്. സമൂഹത്തിന് മുന്നിൽ സ്വഭാവദൂഷ്യമുള്ളവനാക്കി തീർക്കുക, ചതിയിൽ വീഴ്ത്തുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ കേസിലുള്ളൂ എന്നാണ് അനന്തു പറയുന്നത്. എൻ്റെ സുഹൃത്ത് കണ്ണനെ രക്ഷിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് മാർക്കോക്ക് ഈ ഒരു ആരോപണം ഉണ്ടായതെന്നും കോടതിയിൽ മാർക്കോക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് അനന്തു. കോടതിയിൽ ഇങ്ങനെ വാദിച്ചാൽ മാത്രം പോരാ, അതിനുള്ള തക്ക തെളിവുകൾ ഇവിടെ നിരത്തണമെന്ന് എതിർഭാഗം വക്കീൽ പറയുമ്പോൾ വ്യക്തമായ തെളിവുകളോട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് അനന്തു ആ വക്കീലിനോട് പറയുന്നുണ്ട്. ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളെല്ലാം തെളിവായിട്ട് നൽകുന്നുണ്ട് കോടതിയിൽ അനന്തു. അങ്ങനെ മേഘനാണെങ്കിൽ കള്ളസാക്ഷി പറഞ്ഞ പെൺകുട്ടിക്ക് പണം കൊടുക്കുന്നതും അങ്ങനെ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം കോടതി കാണുന്നുണ്ട്. അങ്ങനെ മാർക്കോയുടെ നിരപരാധിത്വം കോടതിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമാവുകയാണ്, മാർക്കോ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ മാർക്കോനെ കോടതി വിട്ടയക്കുന്നുണ്ട്. മേഘനാഥനാണെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു പണിഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്. മാർക്കോനെ സമൂഹത്തിന് മുന്നിൽ വൃത്തികെട്ടവനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചതിനും ആ പെൺകുട്ടിയെയും മേഘനെയും 3 മാസത്തേക്ക് ജയിലിൽ അടയ്ക്കാനും അതുപോലെ 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിക്കുകയാണ്. അങ്ങനെ മാർക്കോനെ കെണിയിൽപ്പെടുത്താൻ നോക്കിയിട്ട് ഇരുമ്പഴിക്കുള്ളിൽ അകപ്പെടുന്നത് മേഘനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റിവ്യൂയിലുള്ളത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.